അടുത്തതായി കൊല്ലം ശാസ്താംകോട്ട സ്ഥിതി ചെയ്യുന്ന ഹരിത നഴ്സറി ആൻഡ് റോസ് ഗാർഡന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. നമസ്കാരം. കേരള ഗൈഡിന്റെ മറ്റധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മരുഭൂമിയിൽ വരെ പൂന്തോട്ടങ്ങൾ വച്ചുപിടിപ്പിക്കുന്ന ഗൾഫ് നാടുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഇപ്പോൾ പൂന്തോട്ടങ്ങളുടെ പ്രാധാന്യം വളരെ അധികമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ എല്ലാം വീടുകളിലേക്ക് പുതിയ പുതിയ തരത്തിലുള്ള ചെടികളും മരങ്ങളും എല്ലാം എത്തിക്കുന്ന ഒരു നഴ്സറിയാണ് നമ്മൾ ഇന്ന് കേരള ഗൈഡിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ടയിൽ ICS ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഹരിത നഴ്സറി ആൻഡ് റോസ് ഗാർഡൻ. ഹരിത നഴ്സറി ആൻഡ് റോസ് ഗാർഡന്റെ ഉടമസ്ഥനായിട്ടുള്ള അനസ് നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സർ, നമസ്കാരം. ലൈവ് TV കേരളയുടെ കേരള ഗൈഡ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സാർ, ഇപ്പൊ ഈ ഒരു ഹരിത ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥാപനം എത്ര കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു? നമ്മളൊരു ഫാദറായിട്ടുള്ള ഒരു 35 വർഷമാവും. 35 വർഷമായിട്ടുള്ള. ഓക്കെ. ഇപ്പൊ ഈ 35 വർഷം മുൻപ് ഇത് എങ്ങനെയാണ് ഫാദർ ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിയത്? വാപ്പയ്ക്ക് പണ്ട് തൊട്ട് ഈ ബഡിങ്, ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെറിയ ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് വീട്ടിൽ തന്നെ ചെയ്തു തുടങ്ങിയതാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? നമ്മൾ ഏറ്റെടുത്തു, ഞാനും ജ്യേഷ്ഠനും കൂടിയിട്ട് ഇത് ഏറ്റെടുക്കും. ഓക്കെ. അപ്പോൾ എന്തെല്ലാം തരം പ്ലാന്റ്സ് ആണ്, എന്തെല്ലാം തരം ചെടികളും മരങ്ങളും ഒക്കെയാണ്? ഇപ്പോൾ ചെടികൾ മാത്രമല്ല, മരങ്ങൾ കണ്ടു, പല ടൈപ്പ് മരങ്ങൾ കണ്ടു, ചെടികൾ കണ്ടു, ബോൺസായികൾ കണ്ടു. അപ്പൊ എന്തെല്ലാം ടൈപ്പാണ് ഇവിടെ ഉള്ളത്? നമുക്ക് ഇന്ത്യയിലായാലും പുറത്തായാലും എല്ലാ രാജ്യത്തിൻ്റെയും ഏതൊക്കെ ചെടികൾ നമ്മൾ കേരളത്തിൽ കിട്ടാൻ പറ്റും അതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഫ്രൂട്ട്സ് ആയാലും ഫ്ലവർ ആയാലും ഏതൊക്കെ ചെടിയുടെ ആയാലും, ഇപ്പോൾ തായ്ലൻഡ് വെറൈറ്റി ആയാലും അങ്ങനെ പുറത്തുള്ള ചെടിയായാലും. ഇപ്പോൾ നമ്മുടെ തെങ്ങായാലും ഗംഗാബോണ്ടമുണ്ട്, മലേഷ്യൻ കുള്ളനുണ്ട്, TNTD എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാരണ്ടി ആയിട്ട് 3 വർഷം കഴിയുന്ന ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാം. നമുക്ക് ഗവൺമെൻറ് സപ്ലൈ ഒക്കെ ഉള്ള ഫ്രൂട്ട്സിനുള്ള. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 90% ഓൺ പ്രൊഡക്ഷനാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാം. പിന്നെ ഫ്രൂട്ട്സിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മട്ടോവ, അബ്യൂ, ജയൻ്റ് അബ്യൂ, മട്ടോവ, പിന്നെ ലോഗൺ, ലാങ്സാറ്റ്, പ്ലാവിന് തന്നെ ഒരു 10-20 വെറൈറ്റി ഉണ്ട്. ആയുർ ജാക്ക്, റെഡ് ജാക്ക്, അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട്. പിന്നെ തായ്ലൻഡ് വെറൈറ്റി, ജാമ്പ, അങ്ങനെ എല്ലാ വെറൈറ്റികളും. വിദേശ ഫ്രൂട്ടുകളായാലും നമ്മുടെ കേരളത്തിൽ കായ്ക്കുന്ന വെറൈറ്റികൾ നമ്മൾ വെച്ച് നമ്മുടെ പ്രൊഡക്ഷനിൽ വെച്ചിട്ട് സക്സസ് ആയ സംഭവങ്ങളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. കായ്ക്കാത്ത ഒരു വെറൈറ്റികളും നമ്മൾ കൊടുക്കാറില്ല. നമുക്ക് പ്രൊഡക്ഷനുണ്ട്, ഒരു 5-6 ഏക്കറോളം പ്രൊഡക്ഷനുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ബഡ് ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ് കൂടുതലും. പിന്നെ പുറത്തുനിന്ന് അതില്ലാത്ത പുതിയ പുതിയ ഫ്രൂട്ട്സുകളാകുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വരുത്തുന്ന ഒരുപാട് വെറൈറ്റികളും വേറെ ഉണ്ട്. മാവ്, കോശ്ശേരി, കോട്ടുക്കോണം, കലപ്പാടി എല്ലാം ടാഗ് ഉൾപ്പെടെ ക്വാളിറ്റി ആയിട്ട് കൊടുക്കാം. സാർ ഇത്രയൊക്കെ വിശേഷങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കൊരു സംശയം, ഇത് ഈ ഏരിയയൊക്കെ കൂടെ എന്തുമാത്രം സ്ഥലമുണ്ട്? ഇതിപ്പോൾ ഇവിടെ 2 ഏക്കറുണ്ട്, അപ്പുറത്ത് 2 ഏക്കർ, ഫുള്ള് 4 ഏക്കറാണ്. 4 ഏക്കറിനകത്ത് ഇത് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അതിനകത്ത് ഈ പറഞ്ഞതെല്ലാം അവിടെ ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. അപ്പോ ഇതല്ലാതെ വേറെ ബ്രാഞ്ചസും ഉണ്ട്? ബ്രാഞ്ച് നമുക്ക് 6 ബ്രാഞ്ച് ഉണ്ട്. എവിടെയൊക്കെയാണ്? തിരുവനന്തപുരം കിഴക്കൂട്ടം, കണിയാപുരം, ചിറയൻകീഴ്, ചാത്തമ്പാറ, വെട്ട് റോഡ്, അങ്ങനെ 6 ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ ഈ കറക്റ്റ് ലൊക്കേഷൻ, ഇപ്പൊ ഈ ഹരിത നഴ്സറി നിൽക്കുന്ന ഈ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയാം? ലൊക്കേഷൻ നമ്മുടെ ശാസ്താംകോട്ട കരുനാഗപ്പള്ളി റൂട്ടിൽ ICS ജംഗ്ഷനിലാണ് ഈ നഴ്സറിക്കുന്നത്. ഓക്കെ. അപ്പം സാർ ഇപ്പം ഇവിടെ കുറെ ചെടികളുടെ കാര്യവും മരങ്ങളുടെ കാര്യവും ഒക്കെ പറഞ്ഞു, ഇപ്പൊ ഫ്രൂട്ട്സ് പ്ലാന്റ്സിന്റെ കാര്യം പറഞ്ഞു.
യൂഷ്വലി ഇവിടുന്ന് സ്ഥിരമായിട്ട് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്ന അല്ലെങ്കിൽ അവർക്ക് നല്ല അഭിപ്രായമുള്ള സാധനങ്ങൾ, സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന സാധനങ്ങൾ, ഡിമാൻഡുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ഡിമാൻഡ് നമ്മളെ തെങ്ങൊക്കെ പക്കാ ഗ്യാരണ്ടി, തെങ്ങായാലും ഫ്രൂട്ട്സ് ഐറ്റംസ് പക്കാ ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ ബ്രാൻഡഡ് ഐറ്റം നല്ല സാധനങ്ങൾ തന്നെ കൊടുക്കുന്നത്. ഫസ്റ്റ് ക്വാളിറ്റി ഫ്രൂട്ട്സുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ചെടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫാമിലി പോട്ടിനകത്ത് ക്വാളിറ്റിയുള്ള ചട്ടിക്കകത്ത് ഫാമിലി പോട്ടിനകത്താണ് പല ചെടികളും. വലിയ ചെടികൾക്ക് വേണ്ട അങ്ങനെ നമുക്ക് കൊടുക്കാം. പിന്നെ ഡ്രമ്മിനകത്താക്കി കൊടുക്കുന്ന ചെടികളുണ്ട്, ഫ്രൂട്ട്സുകൾ ഡ്രമ്മിനകത്ത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടെറസിന്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്യാൻ സ്ഥല സൗകര്യങ്ങളൊക്കെ കുറവുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് ഡ്രമ്മിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെടികളൊക്കെ. ഓക്കെ, നമുക്കിപ്പോ ഒരു നോർമൽ ഒരു ഗാർഡൻ, ഇപ്പം വളരെ ചെറിയ ഒരു വീടിന്റെ ഒക്കെ ഒരു സൈസ് നമ്മൾ ചെറിയതായിട്ട് വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ ചെറുതായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ചെടിയൊക്കെ ഇതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ വളർത്താൻ പറ്റുമോ? പറ്റും. അതിനകത്ത് നമുക്ക് ഡ്രമ്മിനകത്തൊക്കെ വളർത്തുന്ന ഫ്രൂട്ട്സുകളുണ്ട്, ഒതുക്കി നിർത്താൻ പറ്റിയ. ഡ്രം ചെയ്തുകൊണ്ട് ചെറിയ രീതിയിൽ ഒതുക്കി ചെയ്യാൻ പറ്റിയ ഫ്രൂട്ട്സുകളുണ്ട്. ഫ്രൂട്ട്സുകൾ മാത്രമേ ഉള്ളതോ വേറെ? അല്ല, പൂച്ചെടികളായാലും ചട്ടിയിൽ നിർത്താം. പൂച്ചെടികളുണ്ട്, പിന്നെ അലങ്കാര ചെടികളുണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. എല്ലാം ഉണ്ട്. ഇൻഡോർ ഔട്ട്ഡോർ, വീടിനകത്ത് വരുന്ന ഇൻഡോർ പ്ലാന്റുകൾ, ഔട്ട്ഡോർ പ്ലാന്റ്, വെർട്ടിക്കൽ പ്ലാന്റ് എല്ലാം ഉണ്ട്. ഇൻഡോർ പ്ലാന്റ്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബോൺസായി ഒക്കെ ഇരിക്കുന്നു ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിട്ട് വന്നോണ്ടിരിക്കുന്നത്. ബോൺസായി ഇവിടെ ഉണ്ടോ? എങ്ങനെയാണ്? ബോൺസായി നേരത്തെ തൊട്ടേ ഉണ്ട്, ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്. പിന്നെ കലാത്തിയുടെ തന്നെ കുറെ വെറൈറ്റികൾ, അഗ്ലോണിമ, അങ്ങനെ കുറെ ഇൻഡോർ ഏതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ അതെല്ലാം മാറിയും തിരിഞ്ഞും വരുന്നുണ്ടായിരുന്നു. അതല്ലാതെ നമുക്കിവിടെ ഒരു ട്രെൻഡിങ് ആയിട്ട് പറയുന്ന ഒരു ചെടി, ഇപ്പൊ നമ്മ മരം, ഫ്രൂട്ട്സ് അങ്ങനെയുള്ളതെല്ലാം പറഞ്ഞു. ചെടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെടികൾ എന്തൊക്കെയാണ് മെയിനായിട്ട്? ചെടികൾ എല്ലാ കേരളത്തിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക വെറൈറ്റികളും നമ്മൾ കളക്ട് ചെയ്ത് ഇവിടെ ചെയ്യുന്നുണ്ട്. നമുക്കെന്ന് വെച്ചാൽ അവിടെ പ്രൊഡക്ഷൻ സൈറ്റിലാണെങ്കിലും ഒരു 1,00,000 ചെടി ഉൾപ്പെടെ നമുക്ക് പ്രൊഡക്ഷനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇതിന്റെ എല്ലാം തൈകൾ വെഡിങ് ഗ്രാഫ്റ്റിംഗ് കൂടാതെ കട്ടിങ്സ്, എയർ ലെയറിങ് എല്ലാം ഇറങ്ങുന്നുണ്ട്. ചെടികൾ സ്വന്തം പ്രൊഡക്ഷൻ അതിൻ്റെ ഒരു, പിന്നെ നമുക്ക് മാക്സിമം റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് കൊടുക്കാൻ പറ്റും. അല്ല, ഇപ്പോ ഇത് നമ്മൾ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അടുത്ത ഒരു സ്ഥിരമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ്റനൻസ് ആണ്. ഇതിന്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ്? ഇത് ഈ ഫ്രൂട്ട്സിന്റെ ആയാലും ബാക്കി ചെടികളുടെ ആയാലും ഒക്കെ നമ്മൾ ഫസ്റ്റിലെ നടുമ്പോൾ ഏത് ചെടിയായാലും നല്ല ജൈവവളം, ഇപ്പോൾ എല്ലുപൊടി ആയാലും നല്ല ക്വാളിറ്റി മേടിച്ച്, വേപ്പം പിണ്ണാക്കായാലും ക്വാളിറ്റി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ചട്ടിയിലെ ചെടിയാണെന്നുണ്ടെങ്കിൽ കുറേ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ റീപ്ലാന്റ് ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട്. കറക്റ്റായിട്ട് വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഓക്കെ ആവും ചെടികൾ. ഇപ്പം ഈ ഫ്രൂട്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ദിവസവും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. ആദ്യമേ കുറേ ദിവസം ഒഴിക്കണം. ചില ഫ്രൂട്ട്സുകൾക്ക് പിന്നെ മഴയാണെങ്കിൽ വേണ്ട. പിന്നെ കുറേയൊക്കെ വലുതായി കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് വേണമെന്നൊന്നുമില്ല, വല്ലപ്പോഴും ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ലാതെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. പ്രത്യേകിച്ച് വളം മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ എല്ലുപൊടി മേടിച്ചാലും ഇപ്പോൾ കൂടുതലും മണ്ണൊക്കെ അല്ലേ, അപ്പോൾ ഇച്ചിരി ക്വാളിറ്റി ഉള്ള 40 രൂപ 50 രൂപ നല്ലത് മേടിക്കണം. 20 രൂപ 25 കുറഞ്ഞ ടൈപ്പിലുള്ള വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ക്വാളിറ്റി കിട്ടത്തില്ല. നല്ല ക്വാളിറ്റി ഉള്ളത് തീർച്ചയായിട്ടും അതെല്ലാവരും ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അനസ് നമുക്ക് ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത്. ഇനി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു റേറ്റിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് റേറ്റ് പറയാൻ പറ്റുക? താരതമ്യേന വെച്ചാൽ നമ്മൾ ഈ 90% ഓൺ പ്രൊഡക്ഷൻ അതിൻ്റെ അതെല്ലാം നമുക്ക് ഏറ്റവും റീസണബിൾ റേറ്റിൽ, അത് ഹോൾസെയിൽ കൊടുക്കുന്ന റേറ്റിലും നമുക്ക് റീറ്റെയിൽ കൊടുക്കാൻ പറ്റും. അതേ റേറ്റിൽ തന്നെ റീറ്റെയിൽ കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ബാക്കി മറ്റ് നഴ്സറികൾ, ഇവിടെ ഈ ഏരിയയിലൊക്കെ വേറെ നഴ്സറികൾ ഉണ്ടാവും, ഇഷ്ടം പോലെ. അവരിൽ നിന്ന് നമ്മളെ ഒരു വേറിട്ട് നിർത്തുന്ന ഘടകം എന്തായിരിക്കും? അവരിൽ നിന്ന് മെയിനായിട്ട് വേറിട്ട് നിർത്തുന്ന ആ ചെറിയ നഴ്സറികളെല്ലാം ഇവിടുന്ന് തന്നെ ഹോൾസെയിൽ ചെടി എടുത്ത് പർച്ചേസ് ചെയ്യുന്നത്. അത് തന്നെയാണ് മെയിൻ സംഭവം. അതൊരു വല്ലാത്ത ചോദ്യം, വല്ലാത്തൊരു ഉത്തരവായി. ഓക്കെ, എന്തായാലും ഇനിയിപ്പോ 6 ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ എന്താണ് മനസ്സിൽ അനസ് കണ്ടുവച്ചിരിക്കുന്ന പ്ലാൻ? മനസ്സിലൊരു വലിയ ഒരു ഫാമിന്റെ ഫ്രൂട്ട്സിന്റെ ഒരു വെറൈറ്റി എല്ലാവരും വന്ന് കണ്ട് ഒന്ന് വിശ്രമിച്ച് ഒരു 10 ഏക്കർ സ്ഥലത്ത് നമുക്കൊരു സെറ്റപ്പായിട്ട് ആൾക്കാർക്ക് ഒന്ന് കറങ്ങി ഒരു ദിവസം നിൽക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു തോട്ടം എല്ലാം നമുക്ക് തന്നെ എല്ലാ ഫ്രൂട്ട്സുകളും അവൈലബിൾ ആയിട്ട് കിട്ടണം, ആ ഒരു രീതിയിലൊരു പ്ലാനുണ്ട്. ഒരു വലിയ ലാർജ് നഴ്സറി തുടങ്ങാനുള്ള ഒരു പ്ലാൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ബ്രഷ് ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓറഞ്ച് കണ്ടു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഓറഞ്ച് എന്നൊക്കെ പറയുന്ന സമയത്ത് എൻ്റെയൊക്കെ ഒരു മനസ്സിൽ വരുന്നത് പറഞ്ഞാൽ ഈ മറ്റേ തണുപ്പുള്ള സ്ഥലം, 3 കാന്തല്ലൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ഫ്രൂട്ട്സ് ഒക്കെ പിടിക്കുള്ളൂ എന്നൊക്കെ ഉള്ളൊരു ധാരണ. അപ്പോൾ അതിപ്പോൾ 2 പ്രാവശ്യം ആദ്യം 2 പ്രാവശ്യം ടേസ്റ്റ് കാണത്തില്ല, പിന്നീട് അത് നല്ല ടേസ്റ്റ് നമ്മുടെ മണ്ണിലോട്ട് ഇണങ്ങി ചേരുമ്പോൾ 2 പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ കായ്ക്കുമ്പോൾ ടേസ്റ്റ് ആയിക്കോളും. കായ്ക്കുന്ന ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ലിച്ചി അങ്ങനെയുള്ള ഫ്രൂട്ടുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ കായ്ക്കാത്ത. ലിച്ചി, ആപ്പിള് അതൊക്കെ അപൂർവമായിരിക്കും, കാണുമായിരിക്കാം, പക്ഷെ നമ്മളിവിടെ അത് കൊടുക്കത്തുമില്ല. അത് കായ്ച്ചത്ര ഇതായിട്ട് കിട്ടില്ല. അങ്ങനെയുള്ളത് നമ്മളിവിടെ വിൽക്കുന്നില്ല എന്ന് തന്നെയാണ്. വിൽക്കുന്നില്ല, പക്ഷെ അത് എടുത്ത് ആപ്പിളിന്റെ ഫ്രൂട്ട്സ് ഉണ്ട്, പക്ഷെ അത് അവര് കായ്ക്കുമെന്ന് ഉറപ്പ് പറയൂല.
പക്ഷെ ഒരു ആപ്പിൾ മരം വേണോ എന്നുള്ളവർക്ക് നമുക്ക് കൊടുക്കും. അത് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. എന്തായാലും അനസിന്റെ സ്വപ്നമായിട്ടുള്ള 10 ഏക്കർ ഒരു പാർക്ക് തന്നെ എത്രയും പെട്ടെന്ന് അത് സബലീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം മാറ്റിവെച്ചതിന് വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു. 4 ഏക്കറിൽ വിശാലമായി പരന്നു കിടക്കുന്ന ഹരിത നഴ്സറി ആൻഡ് റോസ് ഗാർഡന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതുപോലെ വ്യത്യസ്തമായതും പുതുമയാർന്നതുമായ സംരംഭങ്ങളെയും സ്ഥാപനങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് കേരള ഗൈഡ് വീണ്ടും വരുന്നതായിരിക്കും. കാണാം. നന്ദി.